ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു അടപ്രഥമൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി അട നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്തത്. കടയിൽ നിന്ന് വാങ്ങാതെ സിമ്പിളായി നമുക്ക് തന്നെ അട ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഇതുപോലെ ഒരു ചെറിയ കപ്പിൽ 2 കപ്പ് അരിമാവാണ് എടുത്തിരിക്കുന്നത്. പച്ചരി പൊടിപ്പിച്ച് വറുത്തെടുത്ത മാവാണിത്. അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇടിയപ്പമൊക്കെ കുഴയ്ക്കാൻ എടുക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. നമ്മൾ ഏത് അരിപ്പൊടിയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും വ്യത്യാസപ്പെടുമല്ലോ. ഇതിപ്പം നമ്മൾ തന്നെ പൊടിപ്പിച്ച അരിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വന്നു. എന്നിട്ട് അത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് 2-3 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നമുക്കൊന്നും കൂടെ കുഴച്ചെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ വാഴയിലയിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു കത്തി കൊണ്ട് നെടുകയും കുറുകയും വരഞ്ഞെടുക്കുന്നുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ ഒടിച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ വെന്തതിന് ശേഷം നമുക്ക് കത്തി കൊണ്ട് വരഞ്ഞെടുത്താലും മതി. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വാഴയിലയുടെ വലുപ്പത്തിനനുസരിച്ച് നല്ല നൈസായിട്ട് അത് നിറച്ച് പരത്തി വെക്കണം. വാഴയില ചുരുട്ടി വെച്ച് ഉണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിലാണ് നമ്മൾ സാധാരണയായി ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മാവ് മുഴുവൻ ഇതുപോലെ പരത്തി നെടുകയും കുറുകയും വരഞ്ഞ് അപ്പച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ അടയുണ്ടാക്കൽ പരിപാടി കുറച്ച് നേരത്തെ ചെയ്തു വെക്കുന്നതാണ് നല്ലത്. നമ്മളിതിപ്പോൾ ചെയ്യുന്നത് രാത്രിയിലാണ് കേട്ടോ. വൈകുന്നേരത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഈ അട പരത്തി വേവിക്കാൻ വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ അപ്പച്ചെമ്പിലേക്ക് വേവിക്കാൻ വെച്ചത്. ഇപ്പോൾ അടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇതെടുക്കാം. അങ്ങനെ അട റെഡിയായി കഴിഞ്ഞു. ഇതാണ് അടപ്രഥമന് വേണ്ടി ഉണ്ടാക്കി വെച്ച അട. അമ്മ ഓരോ അടയായിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ഇത് സോഫ്റ്റായിട്ട് തോന്നുമെന്ന് അറിയില്ല. വളരെ സോഫ്റ്റായിട്ട് നൈസായിട്ടുള്ള അടയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എത്ര വലുപ്പം വേണോ ആ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഈ അടയൊന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ പശയെല്ലാം കളഞ്ഞെടുക്കണം. നമ്മളിവിടെ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ആ അട മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഈ അടയെല്ലാം വാരി വെള്ളം കളഞ്ഞെടുത്ത് വെക്കണം. ഇനി നമ്മുടെ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ശർക്കര ഉരുക്കാൻ വെക്കാം. ഇതുപോലെ 3 ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 2 തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലും കൂടെ എടുത്ത് മാറ്റി വയ്ക്കണം. നമ്മളിവിടെ തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ച് അത് ചൂടാകുമ്പോൾ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിലേക്ക് വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന അട ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ അട ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്തത് കൊണ്ട് ചെറിയ 2 സ്പൂൺ നെയ്യ് മാത്രമേ ഈ സമയത്ത് ചേർക്കുന്നുള്ളൂ. ആ നെയ്യിലിട്ട് അട നന്നായിട്ട് ഇളക്കിയെടുക്കാം. അടയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇളക്കിയെടുക്കണം. അട ഉണ്ടാക്കാനായി മാവ് കുഴച്ചപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കുന്നില്ല. ആ നെയ്യ് അടയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിക്കാം. ഇനി ഈ ശർക്കര അടയിലൊന്ന് നന്നായിട്ട് പിടിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് വറ്റി വരും. അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ് നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അത് വേഗം വറ്റി വരും. ഇതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന അത്രയും തന്നെ 3-ാം പാൽ ഇതിൽ ചേർത്തിരുന്നില്ല, കുറച്ചേ ചേർത്തുള്ളൂ. ഈ സമയത്ത് കുറച്ച് ചവ്വരി വേവിക്കാൻ വെക്കാം. അത് 3-ാം പാലിൻ്റെ ബാക്കി ഇരുന്നതിലേക്കാണ് ചവ്വരി വേവിക്കുന്നത്. 3-ാം പാലും ശർക്കര പാനിയും കൂടെ ചേർത്ത് അട നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വറ്റി വരും. ഈ സമയത്ത് നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും അട നമുക്ക് ഇളക്കി കൊടുക്കണം. അടപ്രഥമൻ എന്ന് പറയുമ്പം ഈ ഇളക്കി ചേർത്ത് വരുന്നതാണ് അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നത്. ഇങ്ങനെ തേങ്ങാപ്പാൽ തന്നെ അല്ലാതെ പശുവിൻ പാൽ ചേർത്തും ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. കാരണം അമ്മയൊന്നും പാൽ കുടിക്കുന്ന ആളല്ല. കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോഴേക്കും നല്ലൊരു കുറുകിയ കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ചേർക്കാം. വേവിച്ച അത്രയും തന്നെ ഇതിൽ ഒഴിച്ചില്ല,
കുറച്ച് മാത്രമേ ഇതിനാവശ്യമുണ്ടായിരുന്നുള്ളൂ. ചവ്വരിയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ചവ്വരി വേവിച്ച് ഒഴിക്കണം തന്നെ ഇല്ല, കാരണം അതിനു മുമ്പ് തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ടായിരുന്നു. അടപ്രഥമൻ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ചിട്ടതിന് ശേഷം ഒന്നാം പാല് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പായസം റെഡിയായി. അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നെയ്യിൽ വറുത്തത് ചേർത്ത് ഇളക്കി അടപ്രഥമൻ വിളമ്പാം. ഞാനിതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷേ അട ഉണ്ടാക്കി കട്ട് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും വീട്ടിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്